പക്ഷെ ഒന്ന് രണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ട്. ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പ് നമ്മളിവിടെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷം തന്നാൽ ഞാൻ 15,000 തരാം മാസത്തിൽ, 1 ലക്ഷത്തിന് 10,000 തരാം, 1 ലക്ഷത്തിന് 5,000 തരാം, അങ്ങനെ ലാഭവിഹിതം വാങ്ങിക്കുന്ന സംരംഭങ്ങൾ കാണാൻ പറ്റും. ഞാൻ പറയട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിൽ കൂടുകയാണെങ്കിലും വിശ്വസ്തന്മാരുടെ കൂടെ കൂടെ. ഒന്നത്, പിന്നെ പറ്റിച്ചു പോയി റബ്ബോ മുക്കിക്കളഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമാനത്തുണ്ടോ, വിശ്വസ്തനാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ ഏത് ബിസിനസ്സിൽ കൂടുകയാണെങ്കിലും ബിസിനസ് ചേരുന്നവനും ചേർക്കുന്നവനും മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സ് അതിന്റെ ലോസിലും പ്രോഫിറ്റിലും പങ്കാളികളാണ്. ഇതിൽ ലാഭമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം തരും, ഇതിൽ നഷ്ടമാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സഹിക്കണം അതിന്റെ തുല്യ പെർസെന്റേജ്. ഒരാൾ 10% എടുത്തു, 10% നഷ്ടം സഹിക്കണം. 50 ഉള്ളവൻ 50% സഹിക്കണം. 50% ലാഭം കിട്ടും, 10% ലാഭവുമാവാം. പിന്നെ കമ്പനിയുടെ ലാഭം 10,000, 5,000, 20,000 എന്നല്ല പറയേണ്ടത്. നിങ്ങൾ തരുന്ന ഈ സംഖ്യക്ക് ഇത്ര ശതമാനം ഞാൻ ലാഭം തരും. അപ്പോൾ നിങ്ങൾ ഒരു 1 ലക്ഷത്തിന്റെ ബിസിനസ്സിൽ 50,000 തന്നു, നിങ്ങൾക്ക് ഞാൻ 50% ലാഭം നിങ്ങൾക്ക് ഞാൻ തരും. അതിന് ഓരോ മാസവും ഞാൻ 5,000 തരാം, പക്ഷെ ലാഭവിഹിതം കൂട്ടി അതിന്റെ ശതമാനം കൂട്ടിയിൽ ബാക്കി ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞാൽ തരക്കേടില്ല. എന്നല്ലാതെ 1 ലക്ഷത്തിന് 5,000, 1 ലക്ഷത്തിന് 10,000 ഇത് പലിശയാണ്, അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? ലാഭവിഹിതം എന്ത് ചെയ്യണം? ശതമാന കണക്കിലാണ് പറയേണ്ടത്. അത് മാത്രമല്ല, ലാഭത്തിൽ പങ്കാളികളാകുന്നവർ, ഷെയർ കൂടുന്നവരും ചേർക്കുന്നവരും മനസ്സിലാക്കണം, രണ്ടുപേരും ലാഭത്തിലും നഷ്ടത്തിലും പങ്കുകാരാണ്. നഷ്ടം വന്നേ ഞാൻ അറിയില്ല പറയാൻ പാടില്ല, അപ്പോഴേ കച്ചവടം ഹലാലാവുള്ളൂ. മറ്റൊരു വിഷയം കൂടെ പറയട്ടെ. ഈ അഡ്വാൻസ് വാങ്ങുന്നത്, 1 കോടി രൂപ വില വരുന്ന സ്ഥലം നമ്മൾ കച്ചവടം ചെയ്യാണ്. അപ്പൊ പറഞ്ഞു, ഇതാ 6 മാസത്തിനകം നിങ്ങൾ 1 കോടി തരണം. അപ്പൊ ഒരു 20 ലക്ഷം ഇപ്പൊ തന്നു, ബാക്കി 80 ലക്ഷം 6 മാസം കൊണ്ട് തന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങളുടെ പേരിൽ ഞാൻ ആക്കി തരും. ഇതാണ് ഇപ്പൊ കരാറുണ്ടാവുക, കോൺട്രാക്ടർ അതാ എഴുതുന്നത്. ഇതിലെന്താ സംഭവിക്കുന്നത്? 20 ലക്ഷം കൊടുത്തു, പക്ഷേ 6 മാസം കൊണ്ട് ഇയാൾക്ക് 80 കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഉടമ എന്ത് ചെയ്യണം? ഈ 20 ലക്ഷം ഇയാൾക്ക് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാത്ത അവസ്ഥകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണ്, കുറ്റകരമാണ്, നിങ്ങൾക്ക് അവകാശപ്പെടാത്ത പൈസയാണ്. നിങ്ങൾ ഈ കരാർ ചെയ്തത് എന്താണ്? 6 മാസത്തിനുള്ളിൽ തന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ തരും. നിങ്ങൾ തന്നില്ലേ, സ്ഥലം എന്റേത്, പൈസ നിങ്ങളുടേത്. ഇതാണ് അതിനർത്ഥം. എന്നല്ല അത് രേഖ ഉണ്ടല്ലോ. എന്ത് രേഖ? അള്ളാഹു ഹലാലാക്കാതെ രേഖ ഉണ്ടാക്കാൻ പറ്റുമോ? മനുഷ്യന്മാരുടെ പൈസ പിടിച്ചു വെക്കുക, തന്നത് തിരിച്ചു തരൂല. യാ അല്ലാ, അങ്ങനെ പറയാം. ഒരിക്കലും പറഞ്ഞു പോയി. അഡ്വാൻസ് കൊടുക്കുന്ന സംഖ്യ തിരിച്ചു കൊടുക്കാനുള്ളതാ, തിരിച്ചു കൊടുത്തേക്കണം. അഡ്വാൻസ് തരില്ല, തരാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം ഷർത്ത് വെച്ചിട്ടുണ്ടോ എങ്കിലാവാം. പക്ഷെ അത് വളരെ മോശപ്പെട്ടൊരു ഷർത്താണ്. ദുഷ്കന്മാർ മാത്രം ചെയ്യുന്ന ഏർപ്പാടാണ്. അത് ചെയ്തു പോകരുത്. കാരണം നിങ്ങൾക്കത് ഹക്കായിട്ടില്ലല്ലോ. ഇത് ഇയാളുടെ പൈസ അല്ലേ, ഇയാൾ മുഴുവൻ തരാമെന്ന് ഉദ്ദേശിച്ചു, അയാൾക്ക് നടന്നില്ല, അയാളുടെ പൈസ തിരിച്ചു കൊടുത്തേക്കണം. ഇൻഷാ അല്ലാഹ് ആ വിഷയം ശ്രദ്ധിക്കുക. അങ്ങനെ ആരെങ്കിലും കൊടുക്കാനുള്ള പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ തിരിച്ചു കൊടുത്തേക്കും. അള്ളാഹു താല അതൊക്കെ വലിയ വിഷയമാണ്. സാമ്പത്തിക ഏർപ്പാടുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ വിഷമം വരും. അതുകൊണ്ട് ഹക്കടപാടുകൾ വീട്ടിക്കോളി അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ വീടിന്, ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കുന്നത് അല്ലേ, ഞാൻ ഫ്ലാറ്റ് എടുക്കാം, എന്നൊരു അഡ്വാൻസ് 2,000 കൊടുത്തു, പിന്നെ നമുക്ക് തോന്നി നമുക്ക് വേണ്ടാന്ന്, ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടെന്ന് 2,000 പിടിച്ചോ എന്ന് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, തിരിച്ച് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അഡ്വാൻസ് തിരിച്ചു തരൂല. യാ അല്ലാഹ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചില കമ്പനികൾ അങ്ങനെ പോളിസി ആക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ തീർത്ത് പറയണം, അതൊക്കെ പൊരുത്താണ്, നിങ്ങൾ ഇല്ലെങ്കിൽ തിരിച്ചു തരില്ല കേട്ടോ എന്ന് പറഞ്ഞു, ഓക്കെ എന്നാ സാരില്ല, ഇത് പിടിച്ചോ അഡ്വാൻസ്, അങ്ങനെ കൊടുത്താൽ പിന്നെ ഓക്കെ. എന്നല്ലാതെ അതൊന്നും പറഞ്ഞിട്ടില്ല. അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ, കാരണം അത് അതിന്റെ മുതലിലേക്ക് ചേർക്കാൻ പറ്റില്ല. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.